നമസ്കാരം. നമുക്ക് കിട്ടിയ ഈ ശാസ്ത്രീയ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ ശരിക്കും രസകരമാണ്. അതെ, ഭൗതികശാസ്ത്രത്തിലെ ചില കാര്യങ്ങൾ, പിന്നെ മെഡിക്കൽ ടെക്നോളജി റിപ്പോർട്ടുകൾ വരെ പലതരത്തിലുള്ളവയുണ്ട്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു കാര്യം എന്താ പറയാ വ്യക്തമാണ്. ഒരു പരീക്ഷണം നന്നായിട്ട് ചെയ്യണ പോലെ തന്നെ പ്രധാനമാണ് അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണ രീതിയിൽ പറയണതും, അല്ലേ? തീർച്ചയായും. വളരെ ശരിയാണ്. ഒരു പരീക്ഷണം വിജയകരമായി തീർക്കുന്നതും അതിന്റെ റിസൾട്ട്സ് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോ ഈ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കിയാലോ? എങ്ങനെ ഒരു പരീക്ഷണം ഒരു ചിട്ടയോടെ ചെയ്യാമെന്നും അതിന്റെ റിപ്പോർട്ട് എങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് പൂർണ്ണമായിട്ട് എഴുതാമെന്നും അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കേ. ഈ പരീക്ഷണം ചെയ്യുമ്പോഴുള്ള ഓരോ സ്റ്റെപ്പില്ലേ, പിന്നെ ആ ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴുള്ളൊരു കൃത്യത, റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇത് കേൾക്കുന്നൊരു ശാസ്ത്ര വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനായ ഗവേഷകനൊക്കെ വളരെ ഉപകാരപ്പെടും. അതെ. അപ്പോൾ ഒരു പരീക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഏറ്റവും പ്രധാനം? ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, പരീക്ഷണത്തിന് പിന്നിലെ ആ തിയറി അല്ലെങ്കിൽ ആ പ്രശ്നം, അതിനെക്കുറിച്ച് നല്ല ധാരണ വേണമെന്ന്. ശരിയാണ്. എന്തിനാണ് ഈ പരീക്ഷണം? എന്ത് കണ്ടെത്താനാണ് നോക്കുന്നത്? ഇത് നമ്മളോട് തന്നെ ചോദിക്കണം, അല്ലേ? വെറുതെ എന്തേലും ചെയ്യരുത്. വളരെ കറക്റ്റാണ്. ഒരു ലക്ഷ്യം വേണം. പിന്നെ പരീക്ഷണ സാഹചര്യം അത് പരമാവധി കൺട്രോൾഡ് ആയിരിക്കണം. പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ റിസൾട്ടിനെ ബാധിക്കരുത്. അതായത് ആവശ്യമില്ലാത്ത വേരിയബിൾസ് ഒഴിവാക്കണം. അതെ, കാര്യകാരണ ബന്ധങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. കാണുന്ന കാര്യങ്ങള്, കിട്ടുന്ന അളവുകള് എല്ലാം ഒരു നോട്ട്ബുക്കിൽ അപ്പപ്പ കുറിച്ചിടണം. ആ നോട്ട്ബുക്കില് എന്തൊക്കെയാ സാധാരണ എഴുതാ? വെറും റീഡിങ്സ് മതിയോ? പോരാ. പരീക്ഷണത്തിന്റെ ഉദ്ദേശം, അതെന്നാ ചെയ്തേ, എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചു, എങ്ങനെയാണ് ആ സെറ്റപ്പ് ചെയ്തത്, ഓരോ സ്റ്റെപ്പും എങ്ങനെ ചെയ്തു, ഫലങ്ങൾ. പിന്നെ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിലും കണ്ട കാര്യങ്ങൾ സത്യസന്ധമായിട്ട് എഴുതണം. ഓക്കെ. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ പോലും. അതെ, ചിലപ്പോൾ അതായിരിക്കും പിന്നീട് ഏറ്റവും പ്രധാനം. ഒരു ചെറിയ നിറം മാറ്റം അല്ലെങ്കിൽ ഒരു ചെറിയ ചൂടുവ്യത്യാസം, എന്തും കൊള്ളാം. ഇനി റിപ്പോർട്ടിങ്ങിലോട്ട് വരാം. പരീക്ഷണം ഗംഭീരമായിട്ട് ചെയ്തു, പക്ഷേ റിപ്പോർട്ട് വായിക്കുന്ന ആൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലോ? അത് പിന്നെ എല്ലാം വെറുതെ ആയിപ്പോവും. നിങ്ങളുടെ ലേഖനങ്ങളില് റിപ്പോർട്ടിന്റെ ഒരു ഘടനയെപ്പറ്റി പറയുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് റിപ്പോർട്ടില് എന്തൊക്കെ ഭാഗങ്ങളാ വേണ്ടത്? സാധാരണയായിട്ട് നല്ലൊരു റിപ്പോർട്ടില് മറ്റൊരാൾക്കത് വായിച്ച് ആ പരീക്ഷണം മനസ്സിലാക്കാനും വേണമെങ്കിൽ അവർക്കതുപോലെ ഒന്ന് ചെയ്തു നോക്കാനും പറ്റണം. അപ്പോൾ അതിനൊരു ഘടന വേണം സാധാരണയായിട്ട്. എന്തൊക്കെയാണ് ആ ഭാഗങ്ങൾ? 1. ലക്ഷ്യം, എയിം അല്ലെങ്കിൽ സബ്ജക്റ്റ്, എന്തിനായിരുന്നു പരീക്ഷണം. 2. ഉപയോഗിച്ച ഉപകരണങ്ങളും സാധനങ്ങളും, അപ്പാരറ്റസ് ആൻഡ് മെറ്റീരിയൽസ്. ഓക്കെ. 3. ചെയ്ത രീതി, പ്രൊസീജിയർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. 4. നിരീക്ഷണങ്ങൾ, ഒബ്സർവേഷൻസ്, ടേബിളൊക്കെ വരച്ച് ഡേറ്റ എഴുതുന്നത്. റീഡിങ്സ് ഒക്കെ അതിൽ വരും. അതെ. പിന്നെ 5. നിഗമനങ്ങൾ, കൺക്ലൂഷൻസ്, എന്തു മനസ്സിലായി, ലക്ഷ്യം നടന്നോ എന്നൊക്കെ. 6. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചിത്രീകരണങ്ങൾ, ഡയഗ്രാംസ്, ഗ്രാഫ്സ്. അതെ. ഡയഗ്രാം, ഗ്രാഫ്, ടേബിളൊക്കെ വിവരങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ നല്ലതാണ്. ഒറ്റ നോട്ടത്തിൽ കാര്യം പിടികിട്ടും. ശരിയാണ്. ഇനി ഭാഷയുടെ കാര്യം. റിപ്പോർട്ടിന്റെ ഭാഷ എങ്ങനെയായിരിക്കണം? അത് പ്രധാനമാണ്. ഭാഷ സിമ്പിളായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം. അതായത് നമ്മുടെ പേഴ്സണൽ അഭിപ്രായങ്ങളൊന്നും കയറ്റി എഴുതരുത്, കൃത്യത വേണം. പിന്നെ ആക്റ്റീവ് വോയിസിന് പകരം പാസീവ് വോയിസ് നല്ലതാണെന്നും കണ്ടു. അതെന്താ അങ്ങനെ? അതൊരു നല്ല പോയിന്റാണ്. ശാസ്ത്രീയ റിപ്പോർട്ടിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് സാധാരണയായിട്ട് ആര് ചെയ്തു എന്നതിനേക്കാൾ എന്ത് ചെയ്തു, എന്ത് സംഭവിച്ചു എന്നതിനാണ്. ഓക്കെ. അപ്പോ ഞാൻ വെള്ളം ചൂടാക്കി എന്ന് പറയുന്നതിനേക്കാൾ വെള്ളം ചൂടാക്കി അല്ലെങ്കിൽ വെള്ളം ചൂടാക്കപ്പെട്ടു, വാട്ടർ വാസ് ഹീറ്റഡ് എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തിക്കാണ് ഫോക്കസ്. അത് റിപ്പോർട്ടിന് കുറച്ചുകൂടി ഒബ്ജക്റ്റീവായ ഒരു ടോൺ കൊടുക്കും. മനസ്സിലായി. ചെയ്ത ആളല്ല, നടന്ന കാര്യമാണ് പ്രധാനം. അതെ. പക്ഷേ ചിലപ്പോൾ മെത്തേഡ് പറയുമ്പോൾ വ്യക്തതയ്ക്ക് വേണ്ടി ആക്റ്റീവ് വോയിസും ഉപയോഗിക്കാം കേട്ടോ, തെറ്റൊന്നുമില്ല. ഓക്കെ. പിന്നെ ഈ കോമയുടെ ഉപയോഗം പോലെ ചെറിയ കാര്യങ്ങളും റിപ്പോർട്ട് ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് കണ്ടു. ലിസ്റ്റിലെ ഓരോന്ന് വേർതിരിക്കാനും മറ്റും. തീർച്ചയായും.
ഈ ചിഹ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ വായിക്കുന്നയാൾക്ക് ആശയക്കുഴപ്പം ഒഴിവാകും. അതുപോലെ യൂണിറ്റുകൾ, SI യൂണിറ്റുകളൊക്കെ കൃത്യമായി കൊടുക്കണം. ടേബിളിനും ഗ്രാഫിനുമൊക്കെ നല്ല അടിക്കുറിപ്പുകൾ വേണം. ഇതൊക്കെ ആ റിപ്പോർട്ടിന്റെ ഒരു നിലവാരം കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോ ശരിക്കും ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ലേഖനങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ചെയ്തു നോക്കലല്ല. അല്ല. നല്ല പ്ലാനിംഗ് വേണം, ശ്രദ്ധിച്ച് ചെയ്യണം, സൂക്ഷിച്ച് റെക്കോർഡ് ചെയ്യണം, പിന്നെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം ചേർന്നതാണ് ആ ഒരു പ്രോസസ്സ്. നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ ഈയൊരു സ്ട്രക്ചർ നമ്മളെ സഹായിക്കും. വളരെ ശരിയാണ്. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഈ പരീക്ഷണ റിപ്പോർട്ടിംഗിലെ ചിട്ടയും ഘടനയും ഇത് സയൻസിന് മാത്രമുള്ളതാണോ? നല്ല ചോദ്യം. അതായത് ഈ ലക്ഷ്യം വയ്ക്കുക, രീതികൾ എഴുതുക, ഫലങ്ങൾ നോക്കുക, നിഗമനത്തിലെത്തുക, ഈ ഒരു രീതി ശാസ്ത്രവിഷയങ്ങൾക്ക് പുറത്ത് ഇപ്പോൾ നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റു പഠനങ്ങളിലെ ജോലിയിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ ഇതുപയോഗിച്ചൂടെ? ഇൻട്രസ്റ്റിംഗ് ചിന്തയാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ വ്യക്തമാക്കാനും ഷാർപ്പാക്കാനും സഹായിക്കില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.